അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കാലങ്ങളോളം ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് ഒരിക്കലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കാലങ്ങളോളം ഉപയോഗിക്കാൻ പറ്റുന്ന പച്ചമുളക് പൊടിപ്പെരിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയാക്കണത്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു 2-3 പച്ചമുളകിൻ്റെ തൈ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ കിട്ടുന്ന പച്ചമുളക് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടെ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി, ഒരു 200 ഗ്രാമിന് അടുത്ത് മുളക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പച്ചമുളക് പെരിട്ട് ഉണ്ടാക്കുന്നത് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന മുളക് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് മുളക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞ പോലെ തന്നെ എരിവ് കുറച്ച് മതി എന്നുണ്ട് ആൾക്കാർ, കുറച്ച് എരിവുള്ള മുളകും കൂടുതൽ എരിവുള്ള മുളകും മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഓരോന്നും. പിന്നെ മാത്രമല്ല ഇതിപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കണം. അതായത് ഒട്ടും ജലാംശം ഉണ്ടാവാൻ പാടില്ല. ജലാംശം ഉണ്ടെങ്കിൽ ഇത് പൂത്ത് പോകാനൊക്കെ ആയിട്ട് ഇടയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാലങ്ങളോളം ഒരു പിക്കിള് പോലെയൊക്കെ നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഹോസ്റ്റലുകളിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ ഉണ്ട് ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾക്കിത് കൊടുത്തുവിടാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ദിവസം പെട്ടെന്ന് നമുക്ക് കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ ഒരു ഇത്തിരി മോര് അല്ലെങ്കിൽ നല്ലൊരു കട്ട തൈരൊക്കെ ഉണ്ടെങ്കിൽ തൈരിൻ്റെ കൂടെ ഇത് നമുക്ക് ചാലിച്ച് ചോറ് കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പോൾ വേറൊരു പ്രത്യേകിച്ച് ഒരു കറിയുടെ ഒന്നും ആവശ്യമില്ലാണ്ടൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഓരോ ദിവസമൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊരു പിക്കിള് പോലെ ഉപയോഗിക്കേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ഞാൻ പറയാം, നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒന്ന് പച്ചമുളകാണ്, പിന്നെ പുളി, പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പ്, കുറച്ച് കായപ്പൊടി, കുറച്ച് ഒരു നുള്ള് ഉലുവയുടെ പൊടി, അതുപോലെ കുറച്ച് വറുത്തിടാനായിട്ട് കുറച്ച് കടുകും ഉഴുന്നും പരിപ്പും, അതുപോലെ തന്നെ കുറച്ച് വേപ്പിലയും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണ്, വെളിച്ചെണ്ണയിലോ ഓയിലിലോ ഒന്നുമല്ല. നല്ലെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾ നിങ്ങൾക്കിത് സുഖമായിട്ട് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും. കാരണം ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, ജലാംശം തീരെ ഇല്ലാണ്ട് ഇതേപോലെ ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമുക്ക് പച്ചമുളക് പൊടിപ്പെരിട്ട് ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കാം. ഞാനിവിടെ എടുത്താക്കുന്നത് ഒരു 200 ഗ്രാമോളം മുളകാണ് കേട്ടോ. ഇവിടെ ഒരു കുറച്ച് വെള്ളക്കാന്താരിയും അതുപോലെ സാധാരണ കുറച്ച് പച്ചമുളകാണ് എടുത്താക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് മുളക് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കാന്താരി മുളക് അല്ലെങ്കിൽ നമ്മൾ ചീനിമുളക് എന്ന് പറയുന്ന മുളകൊക്കെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ഉപയോഗിക്കാം. ഞാനിവിടുന്ന് പുറത്തുനിന്നൊന്നും വാങ്ങിയതല്ല, വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മുളക് തന്നെയാണ് ഉപയോഗിച്ചത്. ഇനി ഇതിൽ വല്ലാണ്ട് എരിവ് വേണ്ടാന്നൊക്കെ ഉണ്ട് ആൾക്കാർക്ക് എന്ത് ചെയ്യുക വെച്ചാൽ കുറച്ച് എരിവുള്ള മുളകും എരിവില്ലാത്ത മുളകും മിക്സ് ചെയ്തിട്ടും ഉപയോഗിക്കാം. ഞാൻ ഇങ്ങനെയൊക്കെ പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതിന് ഇന്ന മുളക് ഉപയോഗിക്കുക എന്നുള്ളതൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മുളക് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ മുളക് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞു വെച്ചേക്കുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുളക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. നമുക്ക് രണ്ടാമത് ഇതിക്ക് വേണ്ടത് പുളിയാണ്. അപ്പോൾ ഏകദേശം ഒരു 50 ഗ്രാമൊക്കെ വരെയായിരിക്കും. ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിലാണ് ഞാൻ ഇവിടെ പുളി എടുത്താക്കണത്. അപ്പോൾ ഒരു 200 ഗ്രാം നമ്മൾ ഇതുപോലെ മുളക് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു വലിയ നാരങ്ങ വലുപ്പത്തിൽ പുളി എടുക്കണം. ഈ പുളി ഇങ്ങനെ തന്നെ ഉണ്ടയായിട്ടല്ല കേട്ടോ, ഒന്ന് പിച്ചി വേണം ഇതിലേക്ക് ഇടാനായിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ പുളി പിച്ചി ഞാൻ വെച്ചേക്കുന്നതാണ്. നമുക്കിത് ഇതിലേക്ക് ചേർക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ പിച്ചി ഇടുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ മുളക് വല്ലാണ്ട് അരിഞ്ഞൊന്നും പോകരുത്. നമ്മളൊന്ന് ജെർക്ക് ചെയ്തിട്ടൊക്കെ എടുക്കുള്ളൂ. അതായത് ഒന്ന് ചതച്ച് ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ, മുളക് അരിഞ്ഞ് പോകരുത്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പുളി ഇങ്ങനെ ഉണ്ടയായിട്ടൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് മുളകിൻ്റെ എല്ലാ ഭാഗത്തേക്കും പിടിക്കൊന്നുമില്ല നമ്മളൊന്ന് ചതച്ചെടുക്കുമ്പോഴേക്കും. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് ചതച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നിങ്ങനെ പിച്ചി ഇടാനായിട്ട് പറയണത്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർക്കണേ കേട്ടോ. ഇത് മതിയാവില്ല എന്തായാലും, നമുക്കിത് കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞിട്ട് ചേർക്കാം. ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ചതച്ച് ഒതുക്കിയെടുക്കാം. അതായത് വല്ലാണ്ട് അരഞ്ഞൊന്നും പോകരുത്, നന്നായിട്ടൊന്ന് ചതഞ്ഞേ കിട്ടാൻ പാടുള്ളൂ. അപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കൊന്ന് ചതച്ചെടുത്തിട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പച്ചമുളക് പൊടിപ്പെരിട്ട് നമുക്ക് കാലങ്ങളോളം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അതായത് നമുക്കൊരു പിക്കിള് പോലെയൊക്കെ നമുക്ക് കുറേ കാലങ്ങളോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലെ ജലാംശം പൂർണ്ണമായിട്ടും നമുക്ക് വറ്റിച്ച് കളയണം. അതായത് വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാണ്ട് ഇരുന്നാൽ മാത്രമാണ് ഇത് കാലങ്ങളോളം കേടുകൂടാണ്ടിരിക്കുള്ളൂ.
അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സ് ഒരു കടായിലാണ്. ആദ്യം തന്നെ ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ചു. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ, പ്രത്യേകം ശ്രദ്ധിക്കുക വെളിച്ചെണ്ണയല്ല നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ കടുകാണ് ഇടുന്നത്. കടുക് പൊട്ടി വരുമ്പോൾ കടുകിൻ്റെ നേരെ ഇരട്ടി, അതായത് 1 ടേബിൾ സ്പൂൺ ഉഴുന്നും പരിപ്പാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർത്താക്കുന്നത്. ഉഴുന്നും പരിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ചെറിയൊരു ബ്രൗൺ കളർ വരണം. കളർ മാറി തുടങ്ങുന്നുണ്ട്, കരിയണ്ട. ഞാൻ അതിലേക്ക് വേപ്പില ചേർക്കണം കേട്ടോ. വേപ്പിലൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്തോളൂ. ഇത്തിരി കൂടിച്ചാലും അതിനൊന്നും ഒരു സ്വാദിന് കുറവൊന്നും ഉണ്ടാവില്ല, കൂടെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഇവിടെ ഒരു പിടി വേപ്പില ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കണ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും മുളക് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഫ്ലെയിം പെട്ടെന്ന് ശ്രദ്ധിക്കാം, ലോ ഫ്ലെയിമിലാക്കാം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാനിത് ഉപ്പ് 1 സ്പൂണേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉപ്പ് നന്നായിട്ട് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്തോളൂ. ഞാൻ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നല്ല കുറവ് തന്നെയാണ്. പിന്നെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് ഒരു നുള്ള് ഉലുവപ്പൊടിയും കൂടി ചേർക്കുകയാണ്. ഇന്ന് നമ്മളിത് ഇങ്ങനെ വെള്ളം ഫുള്ളായിട്ട് വറ്റി കിട്ടണ വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. എന്നാൽ മാത്രമാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാലങ്ങളോളം ഇരിക്കുള്ളൂ. ഇതിത്തെ വെള്ളാംശം ജലാംശം ഫുള്ളായിട്ട് നമുക്ക് മാറി കിട്ടണം. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റോളം ചെറിയ തീയിൽ നമുക്ക് ഇത് ഫ്രൈ പാനിൽ ഇടേണ്ടി വരും. അപ്പോൾ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടും ഇരിക്കുക, അടി പിടിക്കാണ്ടിരിക്കാനായിട്ട്. എപ്പോഴും ഇളക്കണമെന്നൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ പച്ചമുളക് പൊടിപ്പെരിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ കണ്ടില്ല, ഇങ്ങനെ ഉതിരുതിരായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. അതാണ് ഇതിന്റെ ഒരു പാകം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇട്ടിട്ട്. ഒരിക്കലും ഒരു മീഡിയം ഫ്ലെയിം പോലും പാടില്ല, ലോ ഫ്ലെയിമിൽ വേണം, അല്ലെങ്കിൽ പച്ചമുളക് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിപ്പോൾ നല്ല പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുമ്മലൊക്കെ വരുന്നുണ്ട്. മുളക് നന്നായിട്ട് മൂത്ത് നല്ല പാകമായിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടത്, ഞാനിപ്പോൾ ഇതിലേക്ക് ആകെ 2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് 2 ടേബിൾ സ്പൂൺ ഉപ്പ് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പിടുമ്പോൾ എപ്പോഴും ഞാനൊരു പ്രത്യേക അളവൊന്നും പറയുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള പുളിയുടെയും മുളകിൻ്റെയും എരിവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ നിശ്ചയിക്കാം എത്ര ഉപ്പിടണം എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവ്. അപ്പോൾ നിങ്ങൾ കണ്ടറിയാം, ഇതിലിപ്പോൾ വെള്ളമായി ഒട്ടുമില്ല, നന്നായിട്ട് ഇത് വരണ്ട് കിട്ടിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. നമുക്കിത് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വെള്ളമയം ഒട്ടുമില്ലാണ്ടാണ് ഉണ്ടാക്കണേന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ മുളക് പെരിട്ട് കാലങ്ങളോളം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നത്. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇത് പൂത്തു പോകാനൊക്കെ ആയിട്ട് ഇടയുണ്ട്. ഇപ്പോൾ ഇത് നല്ല പാകമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കി, നല്ല നല്ല ചൊടിയുണ്ട്. അപ്പോൾ ഇത്തിരി ചോറും ഇത്തിരി കട്ടത്തൈരൊക്കെ ഉണ്ടെങ്കിൽ വേറൊരു വിഭവത്തിൻ്റെ തന്നെ ആവശ്യമില്ല. നമുക്ക് പിക്കിളിന് പകരമൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ് പച്ചമുളക് പൊടിപ്പെരിട്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു ചൂടാറാൻ വേണ്ടി മറ്റൊരു പാത്രത്തേക്ക് പറുത്ത് വയ്ക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ഞാൻ പറയാം, നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഒന്ന് പച്ചമുളകാണ്, പിന്നെ പുളി, പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പ്, കുറച്ച് കായപ്പൊടി, കുറച്ച് ഒരു നുള്ള് ഉലുവയുടെ പൊടി, അതുപോലെ കുറച്ച് വറുത്തിടാനായിട്ട് കുറച്ച് കടുകും ഉഴുന്നും പരിപ്പും, അതുപോലെ തന്നെ കുറച്ച് വേപ്പിലയും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണ്, വെളിച്ചെണ്ണയിലോ ഓയിലിലോ ഒന്നുമല്ല. നല്ലെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾ നിങ്ങൾക്കിത് സുഖമായിട്ട് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും.
കാരണം ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, ജലാംശം തീരെ ഇല്ലാണ്ട് ഇതേപോലെ ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുക. അതുപോലെ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. അതായത് പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് ലോ ഫ്ലെയിമിലാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പച്ചമുളക് കരിഞ്ഞു പോകാനായിട്ട് ഇടയുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ റെസിപ്പി ആയിട്ട്. അതുവരെ ബൈ.